ശ്രീ നൌഷാദ് മണ്ണിശ്ശേരി, കെ സുരേന്ദ്രൻ BJP നേതാവാണ് ഈ പറയുന്നത് ലീഗിനെ പറ്റി. കെ സുരേന്ദ്രൻ ബീഫ് കഴിച്ചിട്ട് അത് ഉള്ളിയാണെന്ന് പറഞ്ഞ ആളാണ്. സുരേന്ദ്രൻ അങ്ങനെ പല ദിവാസ്വപ്നങ്ങളുണ്ടാവും. അദ്ദേഹം അങ്ങനെ കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ വിജയിക്കുമെന്ന് വലിയ സ്വപ്നം കണ്ട് നടന്ന ആളല്ലേ. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്ന് പോവുകയാണ്. BJPയിൽ ഇപ്പോൾ ആകെ പിടുത്തം വിട്ട് നിൽക്കുകയാണ് സുരേന്ദ്രൻ. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന വളരെ നിലവാരം കുറഞ്ഞ ചില വർത്തമാനങ്ങളായിട്ട് അതിനെ കാണേണ്ടതുള്ളൂ. മുസ്ലിം ലീഗിൻ്റെ നിലപാട് വളരെ സുചിന്തിതമാണ്. PM ശ്രീ ഇവിടെ നടപ്പിലാക്കുന്നതിന് മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിലും അനുകൂലമല്ല. മുമ്പും അനുകൂലമല്ല, ഇപ്പോഴും അല്ല, ഇനി നാളെയും അല്ല. പക്ഷേ ഇവിടെ പോയി ചർച്ചയിൽ എല്ലാവരും പറഞ്ഞതുപോലെ PM ശ്രീയിൽ ഒപ്പുവെച്ചത് അല്ലെങ്കിൽ PM ശ്രീയിൽ കൊണ്ടുപോയി കേരളത്തെ അംഗമാക്കിയത് LDF ഗവൺമെൻറ്റാണ്. അത് നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ അവരുടെ AG തന്നെ ഇവിടെ വന്നിട്ട് പറഞ്ഞു ഇത് നിയമപരമായിട്ടല്ല ഒപ്പുവെച്ചത്. പല സംശയങ്ങളും നമുക്കുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് സഞ്ജയ് കുമാർ IAS മുന്നിൽ ഡോക്ടർ K വാസുകി IAS ഒപ്പുവെക്കാൻ വേണ്ടി പോകുമ്പോൾ ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ടോ എന്ന് പോലും കേന്ദ്രം നോക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞതുപോലെ ബ്രിട്ടാസ് ബ്രിഡ്ജിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു ഡീലാണ്. അതിലൊരു ആർക്കും തർക്കമില്ലല്ലോ. എന്തുകൊണ്ടാണെന്നറിയോ? മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തിയിട്ട് നിങ്ങൾ നോക്ക്, മന്ത്രിസഭയിൽ ചർച്ച നടക്കുകയാണ്. CPIയുടെ മന്ത്രിമാർ ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട്, നമ്മളിതിൽ ഒപ്പുവെക്കുമെന്ന്. അതിനേക്കാൾ വലിയ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത്, അടൂർ പ്രകാശ് വന്നോളൂ CPI ഞങ്ങൾ ക്ഷണിക്കുന്നു, ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമായിക്കോളൂ എന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങളെ ഇനി ഇടതുപക്ഷം ക്ഷണിച്ചാൽ പോവോ? അല്ല പറയട്ടെ മുഴുവനാക്കട്ടെ. അതും CPI മാത്രമല്ല, CPIMൻ്റെ ജനറൽ സെക്രട്ടറി കേരളത്തിലെ മുൻ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി എന്ന് പറഞ്ഞത് എന്താണ്? അത് ചർച്ച നടക്കുന്നുള്ളൂ, ഒപ്പുവെച്ചിട്ടില്ല എന്നാ. പിണറായി വിജയനും ശിവൻകുട്ടിയും ആ മന്ത്രിസഭയിലും ഉണ്ടാതിരിക്കുകയാണ്. അവർക്ക് രണ്ടാൾക്കാരെ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇരുട്ടിൻ്റെ മറവിൽ സ്വന്തം പാർട്ടി ജനറൽ സെക്രട്ടറിയെ പോലും ഇരുട്ടിൻ്റെ മറവിൽ നിർത്തി, സ്വന്തം ക്യാബിനറ്റിലെ അംഗങ്ങളെപ്പോലും ഇരുട്ടിൻ്റെ മറവിൽ നിർത്തി. ക്യാബിനറ്റ് ഒരു നയപരമായ കാര്യം എടുക്കുമ്പോൾ ക്യാബിനറ്റിൻ്റെ തീരുമാനം വേണം. ആ തീരുമാനമില്ലാതെ PM ശ്രീയിൽ ഒപ്പുവെച്ചു. എന്തിനാണ് ഒപ്പുവെച്ചത്? അവർ പറഞ്ഞ് SSKയുടെ ഫണ്ട് വാങ്ങാനാണ്. എന്നിട്ട് SSKയുടെ ഫണ്ട് മുഴുവൻ കിട്ടിയോ? SSKയുടെ ഫണ്ട് ഒപ്പുവെക്കാതെ കിട്ടി. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ മന്ത്രിസഭാ ഉപസമിതിയെ വെച്ചത് എന്തിനാണ്? PM ശ്രീയിൽ തുടരാനാണെങ്കിൽ ഒരു മന്ത്രിസഭാ ഉപസമിതിയും വേണ്ട. സഞ്ജയ് കുമാർ IAS ലെറ്റർ വരുമ്പോൾ ഓക്കെ എന്നടിച്ചാൽ മതി. അതിനല്ല, ഈ PM ശ്രീ പദ്ധതിയിൽ LDF ഗവൺമെൻറ് ഒപ്പുവെച്ചതിൽ പല ദുരൂഹതയുമുണ്ട്. മുസ്ലിം ലീഗും ജനാധിപത്യ മുന്നണിയും PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് ഒരു ഘട്ടത്തിലും അനുകൂലമല്ല. അതുകൊണ്ട് തന്നെ ഇടതു മുന്നണി ഇതിൽ വെച്ച ഈ കെണിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണം. ഇരുട്ടിന്റെ മറവിൽ പിണറായി ഒപ്പിച്ച അതാണ് പറയുന്നത്. ഇരുട്ടിന്റെ മറവിൽ ബ്രിട്ടാസ് പാലത്തിലൂടെ കടന്നുപോയി ഒപ്പുവെച്ചതിന് വെളിച്ചത്തിന്റെ തെളിച്ചത്തിൽ കേരളത്തിന്റെ എല്ലാ അവകാശങ്ങളും സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. വൈജ്ഞാനികമായി ഒരുപാട് വലിയ പുരോഗതി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസപരമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റും അതുപോലെ തന്നെ ടെക്നോളജിക്കലായിട്ട് കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റങ്ങൾ ലോകത്ത് വരികയാണ്. അപ്പോൾ അതിനൊക്കെയുള്ള ഫണ്ടുകൾ വേണം, സാഹചര്യങ്ങൾ വേണം. ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഈ സംസ്ഥാനത്തിൻ്റെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്ന ഈ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കിട്ടേണ്ട ഫണ്ടുകൾ നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. എന്നാൽ PM ശ്രീ പോലെയുള്ള ഈ കേന്ദ്രത്തിൻ്റെ കെണികളിൽ നിന്ന് നമ്മൾക്ക് പുറത്തു ചാടേണ്ടതുണ്ട്. നിങ്ങൾ നോക്ക്, ഇപ്പോൾ ഇവിടെ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്തവരൊക്കെ പറഞ്ഞല്ലോ PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ്റിന് ഏകപക്ഷീയമായി ഒഴിവാകാമെന്ന്. കേരള നിയമസഭയിൽ നടന്ന ചർച്ച നിങ്ങൾ ഓർക്കുന്നില്ല? ഈ ചർച്ച എല്ലാവരും നമ്മളൊക്കെ ഒന്ന് ലൈവായിട്ട് കണ്ടതാണല്ലോ ചർച്ച. പ്രതിപക്ഷ നേതാവിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ശംസുദ്ദീൻ അവരൊപ്പുവെച്ച MOU വായിച്ചത്. ആ MOUയിൽ പറയുന്നുണ്ട് ഒരു ഘട്ടത്തിൽ പോലും സംസ്ഥാന ഗവൺമെന്റിന് ഇതിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ല എന്ന്. പ്രതിപക്ഷത്തിലുള്ള കേരള സംസ്ഥാനം PM ശ്രീ നടപ്പാക്കും, അങ്ങനെയാണോ? അല്ലല്ല, നടപ്പാക്കുന്നല്ല പറഞ്ഞു. മുഴുവൻ കേൾക്കി, തോക്കിന്റെ ഉള്ളിൽ കൊടി വെക്കല്ലേ. ശംസുദ്ദീൻ നിയമസഭയിൽ അത് പറഞ്ഞപ്പോൾ എന്ത് പിന്മാറാൻ ആ കരാറ് പ്രകാരം പിണറായി വിജയൻ ഗവൺമെന്റ് ഒപ്പുവെച്ച കരാറ് പ്രകാരം
ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ആ പറഞ്ഞത് തെറ്റാണെങ്കിൽ ശംസുദ്ദീനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കുമോ? ആ പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ? അപ്പൊ അത്തരത്തിലുള്ള കെണികൾ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് എങ്ങനെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിയമപരമായി അനിവാര്യമായി അതുകൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം.